ഹലോ ഹായ്. ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കമ്പം കൂളാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് 1/4 കിലോ കമ്പ് വാങ്ങിയതാണ്. ആ കമ്പ് 2 വെള്ളത്തിൽ നല്ല വൃത്തിയിൽ കഴുകി അരിച്ചിട്ട് ഒരു മിക്സി ജാറിലിട്ട് അത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. നല്ല നൈസിൽ അരയാൻ പാടില്ല. തരിതരിപ്പ് ഉണക്കൊന്നും വേണ്ട. ഈ വെള്ളം ഊറിയതും തന്നെ നല്ല പൊടിയാവും. ഉണങ്ങാണ്ട് തന്നെ നല്ല ഊറ്റിയെടുത്താൽ മതി. ഇതേപോലെ അരിച്ചിട്ട് കല്ലൊന്നും ഇല്ലായിരുന്നു അരിച്ചെടുക്കുമ്പോൾ. നന്നായിട്ട് തന്നെയാണ് ഉള്ളത്. അത് പാക്കറ്റ് വാങ്ങിയ കാരണം അവർ കല്ലൊന്നും ഇല്ലാണ്ട് തന്നെയാണ് തന്നത്. ഇവിടെ ഈ കമ്പ് എന്ന് പറയുന്നത് എല്ലാ കടകളിലും കിട്ടും. അതിലിടക്ക് ഇതൊന്ന് ഇവിടെ ഒന്ന് വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് വൃത്തിയാക്കുന്നതാണ്. വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതൊരു കുക്കറിൽ നൈസിൽ അരയണ്ട, ചെറുതായിട്ട് അരഞ്ഞാൽ മതി. ഒരു തരിതരിപ്പായിട്ട് അരഞ്ഞാൽ മതി. നൈസിൽ അരഞ്ഞാൽ എന്താ മാതിരി ഉണ്ടാവും. അത് നമുക്കൊരു കുക്കറിൽ 1 ലിറ്റർ വെള്ളം വെച്ചിട്ട് വേവിക്കുക. 1/4 കിലോന് 1 ലിറ്റർ വെള്ളം വെച്ചാൽ മതി. അധികം വെള്ളം വേണ്ട. ചട്ടിയിൽ കലത്തിലായാലും ഉണ്ടാക്കാൻ പറ്റും. ഞാനിത് കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് വേവിക്കുന്നതാണ്. കലത്തിൽ കുറേ നേരം ഇളക്കിയിട്ട് ആക്കണം. ഇതിന്ന് രാത്രി വേവിച്ചിട്ട് നാളെയാണ് കഴിക്കേണ്ടത്. നാളേക്കിത് നല്ല കട്ടിയായിട്ടുണ്ടാവും. ഇത് വെന്തതിന് ശേഷം ഒരു പാനിയിൽ നമ്മൾ ഒരു കലത്തിലോ പാനിയിലോ ചട്ടിയിലോ ഇതിൽ വേണ്ടിക്കലോ നമുക്ക് ഇഷ്ടമുള്ളതിൽ മൺപാനിയിലാണ് എടുത്ത് വെക്കേണ്ടത്. ഇത് മൺപാനിയിൽ എടുത്ത് വെച്ചാൽ അത് നല്ല കട്ടയായിട്ടുണ്ടാവും. 2 ദിവസം വെച്ചാലും നന്നായിട്ടുണ്ടാവും, കേട് വരില്ല. ആവശ്യാനുസരണം അത് നമ്മൾ തൈര് ഒഴിച്ചിട്ട് കലക്കി കുടിച്ചാൽ മതി. ഇത് ഈ നാട്ടിൽ തമിഴ്നാട്ടിലെ എല്ലാ കടകളിലും കിട്ടും. ഈ റോഡ് സൈഡിലുള്ള പെട്ടിക്കടകളിലെല്ലാം ഉണ്ടാവും ഇങ്ങനെ വെച്ചിട്ട്. പളനിയിൽ പോകുമ്പോൾ മരുതമലക്കെല്ലാം പോകുമ്പോൾ സൈഡിൽ ഇതിന് വേണ്ടിയിട്ടേ മരുതമലക്ക് പോകും, ഈ കമ്പം കൂള് കഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമെല്ലാം ആ സൈഡിലാണ് വെയിലിന് പോയാൽ ആ കമ്പം കൂള് ഒരു ഗ്ലാസ് കഴിച്ചാൽ വയറ്റിൽ പിന്നെ വിശപ്പേ ഉണ്ടാവില്ല. ആ ഒരു ഗ്ലാസ് കഴിച്ചാൽ മതി. അതുപോലെ നമ്മൾ ദിവസേന ദോശ ഇഡ്ഡലി എല്ലാം കഴിക്കുന്നതിനെക്കാട്ടി കമ്പം കൂള് ഇന്നലെ ആക്കുമ്പോൾ ഇത്ര കട്ടിയില്ല, ഇന്നേക്ക് നല്ല കട്ടിയായിട്ടുണ്ടാകും. കട്ടിക്ക് നമ്മളൊരു തൈര മോര എന്നാൽ നമ്മളടുത്തുള്ളത് അത് ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് നല്ല കട്ടയില്ലാണ്ട് കലക്കിയെടുക്കണം. കലക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുത്താൽ മതി. ആൾക്ക് വേണ്ടുന്ന ആവശ്യാനുസരണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് ദോശ ഇഡ്ഡലി ടിഫനേ വേണ്ട, ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ മതി. ഈ നാട്ടിൽ കിട്ടും, കേരളത്തിലെല്ലാം കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ കമ്പും എല്ലാ കടകളിലും കമ്പ് എന്ന് തന്നെ ചോദിച്ചാൽ തരും. ഇവിടെ കിട്ടുന്നതാണ്. ഈ തമിഴ്നാട്ടിലാണ് അധികം പെട്ടിക്കടകളിലെല്ലാം ഉള്ളത്. ചെറിയ ചെറിയ കടകളിൽ റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ വിൽക്കും. കമ്പം കൂളെന്നാണ് ഇവിടെ പറയുക. അതിന് മോര് മുളക്, ഇത് മാങ്ങ ചെറുങ്ങനെ മുറിച്ച് ഉപ്പും മുളകെല്ലാം ഇട്ടിട്ട് കടിക്കാൻ വേണ്ടി തരും. ഈ കുടൽ വറുത്തത്, അങ്ങനെയുള്ള ചുണ്ടക്കായ് വറ്റൽ, അങ്ങനെയുള്ളതെല്ലാം ഇതിന് കടിക്കാൻ വേണ്ടിയിട്ട് കുടിക്കുമ്പം തരുക. ഇത് ഇവിടെയുള്ളവർ പണിക്ക് പോകുമ്പോൾ ഇത് വാങ്ങി കഴിച്ചിട്ടാണ് പോകുക രാവിലെ. ചിലവർ ഇത് വാങ്ങി ഒരു ഗ്ലാസ് കഴിച്ചിട്ട് ഉച്ച വരെ ഇത് കുടിച്ചാൽ നമുക്ക് വയറ് നിറഞ്ഞ പോലെ തന്നെ ഉണ്ടാവും. നല്ല തണുപ്പാണ്. ഈ ചൂട് സമയത്താണ് ഇത് തമിഴ്നാട്ടിൽ അധിക കടകളിൽ റോഡ് സൈഡിലുള്ള കടകളിൽ കൊടുക്കുക. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന. ദിവസേന ദോശ ഇഡ്ഡലിനെക്കാട്ടിലും നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ട് പണിക്ക് പോയാൽ ഉച്ച വരെ താങ്ങും. തണുപ്പ് കാലത്ത് ചൂട് കാലത്ത് ഇത് കഴിക്കുന്നത് നല്ലതാണ് ദേഹത്തിന്. എൻ്റെ മകൻ ഇത് കൊടുത്തിട്ട് അത് കുടിച്ചിട്ട് സന്തോഷം. നമുക്ക് കഴിക്കാൻ കൊടുത്തിട്ട് കുട്ടികളും കഴിക്കുക, വലിയവർക്കും കഴിക്കുക, വയസ്സായവർക്കും കഴിക്കുക. വയറ്റിന് നല്ല ഇതാണ്, ടേസ്റ്റ്.
ഇത് അവന് കൊടുത്തിട്ട് അവൻ്റെ സന്തോഷം പറയാനില്ല. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇത് ഇഷ്ടപ്പെട്ടവർ നിങ്ങളും ഇത് കിട്ടിയെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ. ഇതുണ്ടാക്കാൻ എളുപ്പമാണ്. രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ എണീച്ചിട്ട് കുറച്ച് തൈരുണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട. താങ്ക് യു.